ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ കേട്ടോ. എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്, ഓട്ടപ്പാച്ചിലാണെന്ന് എനിക്കറിയാം. അപ്പോ ഞാനും തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാർഡൊക്കെ ഷഫിൾ ചെയ്തെടുത്ത് വെച്ച് ഒരു പയൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പൊ റീഡിങ്ങിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാല്, ഈ സെപ്റ്റംബർ മാസം ഒരുപാട് പേർക്ക് വളരെ മിറാക്കിൾസ് ഒക്കെ ലഭിക്കുന്ന മാസമാണ് അല്ലെ. ഒരുപാട് സന്തോഷങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന മാസമാണ്. അപ്പൊ ഈ സെപ്റ്റംബർ തൊട്ട് അടുത്ത 3 മാസത്തേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ചില മിറാക്കിൾസ് യൂണിവേഴ്സ് തരാൻ പോകുന്നുണ്ട് ആരുടെയൊക്കെ ലൈഫിലേക്ക്. അപ്പൊ ഞാനും അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുന്നുണ്ട്, നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും പല മിറാക്കിൾസിനും നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ആരുടെയൊക്കെ ലൈഫിലേക്കാണ് ഈ മിറാക്കിൾസ് വരാൻ പോണേ. യൂണിവേഴ്സ് അല്ലെ, നമ്മൾ വിളിക്കുന്ന ദൈവം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ ലൈഫിലേക്ക് എന്തൊക്കെ മിറാക്കിൾസ് ആണ് തരാൻ പോണത്, നമ്മുടെ ആരുടെയൊക്കെ ലൈഫിലേക്കാണ് മിറാക്കിൾസ് തരാൻ പോണെന്ന് നോക്കാം. അപ്പൊ അടുത്ത 3 മാസത്തേക്കുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്ന മിറാക്കിൾസ് പയൽ റീഡിംഗ് ആണ്, ചെറിയൊരു പയൽ റീഡിംഗ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഒരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അപ്പം പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാൻ 2 പൈല് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് 1ാമത്തെ പൈല് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പൈല് ചൂസ് ചെയ്യാം. ഈ വൈറ്റ് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂവും വൈറ്റും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം. അപ്പൊ ഇത് 1ാമത്തെ പൈലാണ്, ഇത് 2ാമത്തെ പൈലാണ്. അപ്പൊ നിങ്ങള് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇഷ്ടമുള്ള പൈല് സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ പൈല് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് 1ാമത്തെ പൈലിന്റെ റീഡിംഗ് നോക്കാം കേട്ടോ. ഇതാണ് 1ാമത്തെ പൈല്. കാർഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 1ാമത് കിട്ടിയേക്കുന്ന കാർഡ് റിന്യൂവൽ ആണ്. 2ാമത്തെ കാർഡ് 2 കപ്പാണ്, റിലീസ്, 3ാമത്തെ റിലീസ് ആണ്. 4ാമത്തെ 10 ഓഫ് സോർഡ്സ് ആണ്. ദ വേൾഡ് ഉണ്ട്. 3 ഓഫ് വാണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് റീഡിംഗ്. ഏഞ്ചൽ മെസ്സേജസ് എടുക്കും കേട്ടോ. അതാണ് കുറച്ച് കാർഡ് എടുത്തത്. ഏഞ്ചലിന് നമ്മൾക്ക് എന്താണ് മെസ്സേജ് തരാനുള്ളതും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഒരു റിന്യൂവൽ കാണുന്നുണ്ട്. റിന്യൂവൽ അതായത് നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒന്ന് റിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതുവരെയുള്ള ലൈഫ് പൂർണ്ണമായി മാറാൻ പോവുകയാണ്. അതായത് പൂർണ്ണമായി നിങ്ങളുടെ ലൈഫ് പുതിയതാക്കാൻ പോകുന്നത് റിന്യൂവൽ ആണ് വരുന്നത്. പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പാസ്റ്റ് മൊത്തം ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതേണ്ടേ 10 ഓഫ് സോർട്സ്. 10 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ആരൊക്കെയോ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഫേസ് ചെയ്ത് കഴിഞ്ഞ വ്യക്തികൾ ഉണ്ടാവാം കേട്ടോ. അവർക്കാണ് ആ കഴിഞ്ഞ വ്യക്തികൾ. ഇത് 10 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ തരണം ചെയ്തത്, അത് മരണതുല്യമായിട്ടുള്ള പ്രോബ്ലങ്ങൾ, അതായത് നിങ്ങൾ മരിച്ചില്ല അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തില്ലെന്നേ ഉള്ളൂ, അതിന് തുല്യമായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് 10 ഓഫ് സോർഡ്സ്. അതാണ് കാണിക്കുന്നത്. അപ്പൊ ആ വ്യക്തികൾക്ക് ആ ഒരു ലൈഫ് പൂർണ്ണമായിട്ട് അവസാനിച്ചു. അവരുടെ ആ കഷ്ടത നിറഞ്ഞ ലൈഫ് പൂർണ്ണമായി അവസാനിക്കുന്നതോടൊപ്പം ഇവിടെ ഒരു പുതിയ തുടക്കം 10 ആണ്. 10 എന്ന് പറയുമ്പോൾ കഷ്ടകാലം നിറഞ്ഞ ലൈഫ് അവസാനിച്ചു. 10 ഒരു പൂർത്തീകരണമാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇവിടെ റിന്യൂവൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ പഴയ ലൈഫിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പഴയ ലൈഫിലൂടെ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ ഇനി സെപ്റ്റംബർ മാസത്തിലോ അല്ലെങ്കിൽ ഈ ഒരു അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. പൂർണ്ണമായും പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ റിലീസ് ആവുകയാണ്. റിലീസ് കിട്ടിയേക്കുന്നത് അങ്ങനെ തന്നെയാണ്. റിലീസ് അതായത് നിങ്ങൾ റിന്യൂവലും റിലീസും രണ്ടും നിങ്ങൾക്ക് പഴയതൊക്കെ ഉണ്ടായിട്ട് പുതിയൊരു തുടക്കം തന്നെയാണ് പറയുന്നത്. 2 ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ. ഏഞ്ചൽ തന്നെയാണ്, അത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് ആണ്. അപ്പൊ ആ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ആ പ്രോബ്ലം നിറഞ്ഞ ലൈഫിലൂടെ നിങ്ങൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. ഒത്തിരി പ്രോബ്ലം ഒന്നും എടുത്തു പറയേണ്ടതില്ല. ഓരോ വ്യക്തികൾ എന്തൊക്കെ അനുഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയാലോ.
അപ്പൊ ആ ഒരു അവസ്ഥകളിലൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. അപ്പൊ എല്ലാം നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചോ ആ അവസ്ഥകൾക്കെല്ലാം അവസാനമാണ്. എല്ലാം അവസാനിച്ചു, പഴയതായിട്ടുള്ളത് എല്ലാം അവസാനിച്ചു, പുതിയ തുടക്കം. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ ആ ഒരു പുതിയ പ്രതീക്ഷയിലേക്ക് വെക്കുക. എന്റെ ലൈഫിലെ പഴയ കാലങ്ങളെല്ലാം അവസാനിച്ചു, ഇനി ഞാൻ ഒരു ദുഃഖം അനുഭവിക്കാൻ തയ്യാറല്ല, എനിക്ക് സന്തോഷം വേണം എന്റെ ജീവിതത്തിൽ. ഇതുവരെ ഞാൻ അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിച്ചു, ഇനി എന്റെ ജീവിതകാലം മൊത്തം എനിക്കിത് അനുഭവിക്കാനല്ല, എന്റെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം വേണം. എന്റെ ലൈഫിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം എന്റെ ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു വരണം, എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് നിങ്ങൾ തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ അത് വരികയുള്ളൂ. അല്ലാതെ യൂണിവേഴ്സ് എല്ലാം കൊണ്ടുവരട്ടെ, ദൈവം എല്ലാം കൊണ്ടുവരട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ കൈയും കെട്ടിയിരുന്നാൽ ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ പഴയ കാലത്തിന് പൂർണ്ണമായും വിട്ടുകളയുക, പൂർണ്ണമായിട്ടും മറന്നു കളയുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതിനെ പൂർണ്ണമായിട്ടും വിട്ടിട്ട് റിലീസ്, പുതിയതിലേക്ക്. പഴയതിനെല്ലാം വിട്ടതിന് ശേഷം നിങ്ങൾ പുതിയതിലേക്ക് കടക്കുക. പുതിയത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ വേണ്ടത് അതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വാഗതം ചെയ്യണം. അതിലേക്ക് മാത്രമായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ എന്താ പറയുക അധ്വാനം എല്ലാം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും എല്ലാം. പഴയതിനെ നിങ്ങളുടെ ലൈഫിൽ ഒരിടത്തും വെച്ചേക്കാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, ദൈവമേ ഞാൻ അതെല്ലാം അനുഭവിച്ചു, ഞാൻ ഇത് അനുഭവിച്ചു, എന്റെ അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, ഇങ്ങനെയെല്ലാം ചിന്തിച്ചിരുന്നിട്ടല്ല. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ലൈഫേ ഉള്ളൂ. അത് നമ്മൾക്ക് സന്തോഷവും സങ്കടവും കരച്ചിലും ചിരിയും എല്ലാം നിറഞ്ഞതാണ്, ദുഃഖവും എല്ലാം നിറഞ്ഞതാണ്, സന്തോഷവും ഉണ്ട്. അപ്പം ഇത്രയും കാലഘട്ടങ്ങളിൽ ഇപ്പൊ ഇത്രയും വന്ന ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇതിനു മുൻപും സന്തോഷം ഉണ്ടായിട്ടുണ്ടാവാം, കുറെ കാലം നിങ്ങൾ പിന്നെ ദുഃഖിച്ചിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ സന്തോഷവും സങ്കടവും മാറി മാറി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിൽ ചിലപ്പം എല്ലാവരുടെയും ലൈഫിൽ നമ്മളുടെ ലൈഫിന്റെ എൻഡ് വരെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ചിലവരൊക്കെ നമ്മളെ വിട്ടുപോകും അല്ലെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കളായാലും വീടായാലും പണമായാലും എല്ലാം അതും നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാം. അപ്പൊ നഷ്ടപ്പെട്ടത് നമ്മളുടെ മാത്രം കുറ്റം കൊണ്ടല്ല, അത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ആർക്കും അത് പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ല അല്ലെ. അപ്പൊ അതും നമ്മളുടെ വിധി, അല്ലെങ്കിൽ നമുക്കായിട്ട് ഒരു ദൈവം അത് അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ അത് സംഭവിച്ചു. ആ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പൊ ഇനി നമ്മളുടെ നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു വരില്ല, പക്ഷെ ഇനി നേടാനുള്ളത് നമ്മുടെ ലൈഫിലേക്ക് വരും അല്ലെ. നമ്മൾക്കിനി നമ്മുടെ ലൈഫിലേക്ക് വേണം ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ് ഇവിടെ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകണമെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ആരുടെയൊക്കെയോ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു ലവ് വരുന്നുണ്ട്, ഒരു പുതിയ തുടക്കം. ഇത് നിങ്ങൾക്ക് ചേരേണ്ടതായിട്ടുള്ള ഒരു ലവ് ആണ് വരുന്നത്. അതായത് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലവ്, ദൈവമായിട്ട് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ലവ്. ആ ഒരു വ്യക്തി ഒരു പാർട്ട്ണർഷിപ്പാണ്. ആ ഒരു വ്യക്തിയുമായി നിങ്ങൾ കൂടി ചേരണമെന്ന് യൂണിവേഴ്സ് ആയിട്ടുള്ള ദൈവമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി കേട്ടോ. ഇത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ചേരേണ്ട ഒരു ജോഡിയെ നിങ്ങൾക്ക് കൊണ്ടെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുക. ഈ ഒരു വ്യക്തി വരുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷവും സമാധാനവും, അതുപോലെ നിങ്ങൾക്ക് ഒരു പക്ഷെ ചില വ്യക്തികൾക്ക് അതിലൂടെ സാമ്പത്തികവും ജോലി അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ വേണോ അതെല്ലാം ലഭിക്കുന്നതായിട്ടാണ് ചില വ്യക്തികളുടെ കാണുന്നത്. നിങ്ങൾ രണ്ടും കൂടി ചേരുന്നത് ഒരു ചേരേണ്ട ഒരു രണ്ടുപേർക്ക് ചിലപ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കും നിങ്ങൾ പരസ്പരം ചേരുന്നതോടുകൂടി രണ്ടുപേർക്കും ഓരോ ലൈഫാണ്, രണ്ടുപേർക്കും അത് ലൈഫാണ്. ഇയാൾക്കും ഒരു ലൈഫാണ്, ഇയാൾക്കാണ്. അപ്പൊ അത് ഡിവൈൻ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏതൊക്കെയോ വ്യക്തികൾ ചേരുന്നുണ്ട്. നിങ്ങൾക്കൊരു വീട്, അതോടൊപ്പം നിങ്ങൾക്ക് ഒരു വീട് ലഭിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാൻ പോകുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ്. നിങ്ങൾക്കൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് അത്. നിങ്ങളുടെ ഒരുപക്ഷെ മിക്കവരുടെ മാരേജ് തന്നെയാണ് ഇത്. ഒരുപക്ഷെ നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ചിലരൊക്കെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് മാരേജിലേക്ക് എത്താൻ പോകണം അടുത്ത 3 മാസത്തിനുള്ളിൽ. അതോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. യൂണിവേഴ്സ് തരുന്ന ഒരു ഗിഫ്റ്റ് ആണത്. നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം വരാൻ പോവാണ് കേട്ടോ. ഈ ഒരു ലവ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഡിവൈൻ ലവ് യൂണിവേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ആർക്കൊക്കെയാണെന്ന് ഇത് കിട്ടാൻ പോകുന്നവർക്ക് അറിയാം അല്ലെ. ചിലവർക്ക് ഇപ്പൊ തന്നെ അറിയാം, എന്താണ് ഈ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അവർക്ക്. അപ്പൊ ഈ ഒരു ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇതൊരു പാർട്ട്ണർഷിപ്പ്, നിങ്ങൾ ഒത്തുചേരേണ്ടതാണ്. അതോടെ നിങ്ങൾ പരസ്പരം എല്ലാ രീതിയിലും ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരികയാണ് നിങ്ങളുടെ ലൈഫിൽ.
നഷ്ടങ്ങളെല്ലാം നിങ്ങൾ രണ്ടുപേരൂടെ ചേർന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നിങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്ന യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ പഴയ കാലത്തുണ്ടായതെല്ലാം ഫോർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട്. എല്ലാം ഫോർഗീവ് ചെയ്യണം, എല്ലാം മറക്കണം പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും ഒക്കെ ക്ഷമിക്കാനുണ്ട്, അവരോടൊക്കെ നിങ്ങൾ ക്ഷമിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞ ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു സമയമൊക്കെ എൻഡാവുകയാണ് കേട്ടോ, എൻഡാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശ യാത്ര കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക്. അതായത് ബ്രില്യന്റ് സക്സസ് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തേക്ക് പോകുമായിരിക്കും. വിദേശത്ത് സെറ്റിൽഡ് ആവാൻ പോകുന്ന വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ. ഇതാണ് കണ്ടത്. ഈ ഒരു കൂടിച്ചേരലോടൊപ്പം നിങ്ങൾ വിദേശത്തേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ബ്രില്യന്റ് സക്സസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ബ്രില്യന്റ് സക്സസ്, അതായത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്. ഇഷ്ടം പോലെ സാമ്പത്തികവും കേട്ടോ, ഇഷ്ടം പോലെ സാമ്പത്തികം. അതായത് വിദേശത്ത് നിങ്ങൾ വലിയ ഒരു സന്തോഷം നിറഞ്ഞൊരു ലൈഫ്, അതായത് ഒരു നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു വണ്ടർഫുൾ ലൈഫ് നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് സഹനങ്ങൾ അല്ലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവാം, ട്രൈ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബ്രില്യന്റ് സക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പ്രൗഡ് തോന്നുന്ന, അല്ലെങ്കിൽ ബഹുമാനം തോന്നുന്ന, നിങ്ങളിൽ തന്നെ ഒരു അഭിമാനം തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ടിന്റെ ഫലമാണ്, നിങ്ങൾ അനുഭവിച്ച സഹനത്തിന്റെ ഫലമാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ പോണേ. അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ച വിശ്വാസത്തിന്റെ ഫലമാണ്. ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. അത്രത്തോളം ദൈവത്തിനെ നിങ്ങൾ വിശ്വസിക്കുന്നവരാവാം. അത്രത്തോളം ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികളാവാം നിങ്ങൾ. ആ ഒരു ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതാർക്കൊക്കെ ആ ലഭിക്കാൻ പോകുന്ന അടുത്ത 3 മാസത്തിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ, ഇത് ആരോടൊക്കെയുള്ള റീഡിംഗ് ആണെന്ന്. നിങ്ങൾ പറക്കാൻ പോകുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ലോങ് ടൈം പ്ലാനിങ്, നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ടുള്ള ചില പ്ലാനിങ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ലോങ് ടൈം വിഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ചിലർക്ക് ഷിപ്പിലൊക്കെ യാത്ര കാണിക്കുന്നുണ്ട്, ഷിപ്പ് യാത്ര ഉണ്ട്, ഫ്ലൈറ്റിൽ യാത്രയൊക്കെ കാണുന്നുണ്ട്, കടലിൽ യാത്ര ചെയ്യുന്നുണ്ട്. കടലിന് മുകളിലൂടെ നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു അബണ്ടന്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അബണ്ടന്റ് ലൈഫാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചിലർക്ക് ഷിപ്പിലൊക്കെ ജോലി ലഭിക്കാനായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഫ്ലൈറ്റിൽ ജോലി ലഭിക്കുന്നുണ്ടാവാം, വിദേശത്ത് ജോലി ലഭിക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ചോയ്സ് എന്താണ്, നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്, അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന വ്യക്തികളാണ്. ഒരുപാട് നാളായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഈ ഒരു ലൈഫിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നതാണ് കേട്ടോ. ആ ഒരു സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക്, അത് അബണ്ടന്റ് ആയിട്ടാണ് വരുന്നത്. വളരെ ലോങ് ടൈം ആയിട്ട് ഒരുപാട് നാളത്തേക്ക് നിങ്ങൾ ഒരു നല്ലൊരു ലൈഫ്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് തരുവാണ് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ അടുത്തത് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങളിൽ പലരുടെയും ലൈഫിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തരാൻ പോണ മിറാക്കിൾസ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകുന്നതിലപ്പുറം നിങ്ങൾക്കത് എന്താണ്, നിങ്ങൾക്ക് ഇന്ന് ഡിസൈഡ് ചെയ്യാൻ പോലും പറ്റില്ല. നിങ്ങളുടെ ഒരു മനസ്സിൽ, നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ ഒരു ഡിസൈഡ്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും അതൊക്കെ, പക്ഷെ അതല്ല നിങ്ങൾക്ക്. നിങ്ങൾ ചില കേട്ടിട്ടില്ലേ, ദൈവത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്ലെ ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല എന്ന് പറയാറില്ലേ. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ഒരു വാചകം. എന്ന് പറഞ്ഞ പോലെ അത്രയും ദൈവത്തോട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നവർക്ക്, അത്രത്തോളം മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷൻ ചെയ്ത് ദൈവത്തിന്റെ കൈകളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും കാത്തിരിക്കുന്നവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള സഹനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ കാത്തിരുന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പോലും ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മിറാക്കിൾസ് ആണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുത്ത 3 മാസത്തിനുള്ളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കൊക്കെ ലഭിക്കാൻ പോകുന്നതാണ് ഞാൻ ഈ വായിക്കുന്നത്. സത്യമായിട്ട് ഇത് സംഭവിക്കും നിങ്ങൾക്ക്. അപ്പൊ ഇത് എന്നെ വിളിച്ച് പലരും നിങ്ങൾക്ക് സംഭവിക്കുന്നത് പറയാറുണ്ട്. ഞാൻ റീഡിങ് കഴിഞ്ഞ് നിങ്ങൾ എന്നെ വിളിച്ച് എൻ്റെ വാട്സപ്പിൽ വരുന്നതിനേക്കാൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമന്റ് ഇട്ടാൽ ഒരുപാട് പേർക്ക് അതൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യണം കേട്ടോ.
പിന്നെ ചില വ്യക്തികൾക്ക് ഇവിടെ കുട്ടികൾ ഉണ്ടാവാത്ത കാത്തിരിക്കുന്നവർക്ക് കുട്ടികളുണ്ട് കേട്ടോ. നല്ലൊരു മാരേജ് ലൈഫാണ്. കുട്ടികൾ ഒരുപാട് നാളായിട്ട് കുട്ടികൾ ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം. അവർക്ക് ഇതേ കുട്ടികളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ടാവാൻ പോകുന്നുണ്ട്. കുട്ടികളോടൊത്ത് സന്തോഷകരമായ ഒരു മാരേജ് ലൈഫാണ് നിങ്ങൾക്ക് കാണുന്നത്. നല്ലൊരു ലൈഫാണ് കാണുന്നത് കേട്ടോ. കുട്ടികളോടൊക്കെ ചേർന്നുള്ളൊരു നല്ലൊരു ലൈഫാണ്. നിങ്ങൾ കുട്ടികളോടൊപ്പം വിദേശത്ത് യാത്രയ്ക്ക് പോകുന്നു, വിദേശ യാത്ര അല്ലെങ്കിൽ വിദേശത്ത് ഒരു ലൈഫ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. കുട്ടികളുമായിട്ട് വിദേശത്തെ ഒരു ലൈഫാണ് കാണുന്നത്. പല കാര്യങ്ങളും എൻഡിങ് ആണ്, അവസാനമാണ്. അതോടുകൂടി ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, അതായത് റിലീസ്, നിങ്ങളുടെ എന്തോ പഴയ കാലഘട്ടത്തിൽ പഴയതായിട്ടുള്ളതിനെയൊക്കെ നിങ്ങൾ വിട്ടുകളയാണ്. ആവശ്യമില്ലാത്തതിനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുകളഞ്ഞ് നിങ്ങൾ എന്താ പറയാ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ റിലീസ് ആവുകയാണ്. എല്ലാ ടെൻഷനിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബ പ്രാരാബ്ദങ്ങളിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ഒരുപാട് ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതെങ്ങനെ നടത്തും, ആ ലോൺ എങ്ങനെ അടയ്ക്കും, ഈ ലോൺ എങ്ങനെ അടയ്ക്കും, കുട്ടികളുടെ അല്ലെങ്കിൽ ഫീസ് എങ്ങനെ കൊടുക്കും, അങ്ങനെയൊക്കെ ഒത്തിരിയും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ ഓരോ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ എല്ലാത്തിനും നിങ്ങളുടെ മനസ്സിൽ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ റിലീസ് ആവാൻ പോകണം. അതായത് എല്ലാത്തിനും നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ പോകണം. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള വലിയ മിറാക്കിൾസ് ആണ് സംഭവിക്കുന്നത്. യൂണിവേഴ്സ് തരാൻ പോണേ. നിങ്ങളുടെ പഴയ കാലഘട്ടങ്ങൾ പൂർണ്ണമായും മാറി നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല പുതിയ തുടക്കങ്ങളാണ് വരുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഉന്നതികളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കാർഡ് ഈ യൂണിവേഴ്സിന്റെ മെസ്സേജ് ആയിട്ട് നോക്കാമേ. യെസ്, ഇവിടെ എനിക്ക് രസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടാവും ഒരു പക്ഷേ, അല്ല മാഡം ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നൊരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, ഇതാണ് ഉത്തരം. യെസ് ആണ് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഉത്തരം. ഏഞ്ചൽ തന്നിരിക്കുന്ന ഉത്തരം. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് യെസ് ആണോ നോ ആണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ, യെസ് ആണ് കേട്ടോ. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് പറയുന്നത്. നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഫീൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്താൽ മതി. പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കും കേട്ടോ. നല്ല രീതിയിൽ പോസിറ്റീവ് ആവും. നിങ്ങൾ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ. അതാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നാമത് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ കിട്ടുമോ, വെറുതെ പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ടോ നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ ആരൊക്കെയും ഉണ്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങളോട് പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാൻ പറയുന്നുണ്ട്. യു ആർ റെഡി. യു ആർ റെഡി എന്നാണ് പറയുന്നത്. സത്യമാണോ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. യു ആർ റെഡി. നിങ്ങൾ റെഡി ആയിട്ടിരിക്കോ? നിങ്ങൾ റെഡിയാണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് യൂണിവേഴ്സ് തരാൻ പോകുന്നത് വാങ്ങാൻ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് റെഡിയാണോ? ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ തരാൻ പോവാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ റീഡിങ്ങിലൂടെ പറഞ്ഞത്, അതിന് നിങ്ങൾ റെഡിയാണോ? യു ആർ റെഡി. നിങ്ങൾ റെഡിയാണോ എന്നിവിടെ യൂണിവേഴ്സ് ചോദിക്കുകയാണ്. നിങ്ങൾ റെഡി ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ റെഡി ആയിട്ടിരിക്കൂ, ഞാൻ തരാൻ പോവാണ്. എനിയിപ്പോ രണ്ട് കാർഡ് ഇവിടെ എനിക്ക് തീർച്ചയായിട്ടും റെഡിയാണ്. യെസ് ആണ് കിട്ടിയത്. വീണ്ടും എനിക്ക് ഒന്നും കൂടെ യെസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. യെസ് കിട്ടിയിട്ടുണ്ട് ഒരു വട്ടം കൂടെ. അപ്പൊ നിങ്ങളോട് വീണ്ടും പറയുവാണ്, ഇതൊക്കെ സത്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ റെഡി ആയിട്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട്. യെസ് ആണ് വന്നത്. അതുപോലെ റൊമാൻസ് വരുന്നുണ്ട്. ഇവിടെ വീണ്ടും എനിക്കിവിടെ 2 കപ്പ് വന്നു. അതോടൊപ്പം റൊമാൻസ്, നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് നിങ്ങളുടെ റൊമാൻസ് സ്നേഹം തരാൻ പോവാണ്. ഡിവൈൻ ലവ് ഇതുണ്ടോ? ഡിവൈൻ ലവ്, ദൈവമായിട്ട് യൂണിവേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആക്കിയിരിക്കുന്ന ഒരു ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇവിടെ മാരേജ് ഒക്കെ അത് ഒരുപാട് വിഷമിക്കുന്നവരുണ്ടാവാം. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇത് തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ നേരത്തെ മാരേജ് ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക, ഒരുപാട് പ്രോബ്ലം ആയിട്ട് രണ്ടാമതൊരു മാരേജിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്കായിട്ടുള്ളത് റെഡി, അതായത് നിങ്ങൾക്ക് വിധിച്ചത് വരണം. അതുകൊണ്ടാണ് ആദ്യത്തെ അങ്ങനെ ആയിപ്പോയത്. രണ്ടാമത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തത്, യൂണിവേഴ്സ് നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു റൊമാൻസ്, ആ ഒരു പുതിയ ലവ് വരികയാണ് കേട്ടോ. ആ സ്നേഹം നിങ്ങളെ തേടി വരികയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടാവുക, ഈ വന്നിരിക്കുന്ന ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സത്യമാണോ, ഇതിനെ എനിക്ക് വിശ്വസിക്കാമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനും യെസ് ആണ് മറുപടി.
അതിന് എസ് ആണ് നിങ്ങളോട് പറയാനുള്ളത്. അത് നിങ്ങളുടെ ഡിവൈൻ ലവ് ആണ്, റൊമാൻസ്, പുതിയ റൊമാൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ് എന്നാണ് പറയുന്നത്. ഒരു കാർഡ് കൂടെ എടുത്തിട്ട് നമുക്ക് അടുത്ത പേര് നോക്കാം കേട്ടോ. ഒരു കാർഡ് കൂടെ നമുക്ക് എടുക്കാം. ടേക്ക് ആക്ഷൻ. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളോട് ടേക്ക് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് തീർന്നില്ലേ, സത്യമാണോ ഇല്ലെന്നുള്ള, ഇതൊക്കെ കറക്റ്റ് ആണോ, നീ സംഭവിക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാണോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ച് ആക്ഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ടേക്ക് ആക്ഷൻ, നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കൂ. നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ മിറക്കിൾസ് വരാൻ പോവാണ്. ഇതുവരെ മെഡിറ്റേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ. പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുകയോ മാനിഫെസ്റ്റ് ചെയ്യുകയോ മെഡിറ്റേഷനോ ചെയ്തുകൊണ്ട് മാത്രം എന്നിട്ട് കാര്യമില്ല. ടേക്ക് ആക്ഷൻ. നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ജോലിക്കാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, മാരേജിനാണെങ്കിൽ മാരേജ് അന്വേഷിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആക്ഷനും കൂടെ വേണം കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ആക്ഷൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ഫയല് കേട്ടോ. ഈ ഫസ്റ്റ് ഫയല് നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ റെസനേറ്റ് ആയിട്ടുണ്ടാവും. റെസനേറ്റ് ആകാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നില്ല, കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ ഞാൻ ഏകദേശം ഒരു സോഡിയക് സയൻസ് പറയാന്ന് വെച്ചാൽ ആ പറയുന്ന സോഡിയക് സയൻസിന് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടോ അവർക്കൊക്കെ അത് റെസനേറ്റ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് വളരെ സോഡിയക് സയൻസ് അങ്ങ് പറഞ്ഞേക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ ക്യാൻസർ, സ്കോർപിയോ, പൈസസ് ഉണ്ട്, അതായത് വാട്ടർ സൈൻ ഉണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഉണ്ട്. ഫയർ സൈൻ ഉണ്ട്. പിന്നെ ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ ഉണ്ട്. ജെമിനി, ലിബ്ര, അക്വേറിയസ്, എയർ സൈൻ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സൈനും ഇവിടെ ഉണ്ട്, എല്ലാ സൈനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും ഇത് റെസനേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. റെസനേറ്റ് ആവുന്നവരൊക്കെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് പൈല് നോക്കാമേ. സെക്കൻഡ് പൈല് ഇതാണ്. സെക്കൻഡ് പൈല് നമുക്ക് നോക്കാം. സെക്കൻഡ് പൈല് ചൂസ് ചെയ്തവരുടെ നോക്കാം. ഒന്നാമത്തത് 8 ഓഫ് കപ്പാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് സോർഡ്സ്, സ്റ്റാർ, കിങ് ഓഫ് പെന്റക്കിൾസ്, 2 ഓഫ് പെന്റക്കിൾസ്, ക്യൂൻ ഓഫ് ഫണ്ട്, ഇത്രയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സോർഡ്സ് ഉണ്ട്, കപ്പുണ്ട്, വാൺസ് ഉണ്ട്, പെന്റക്കിൾസ് ഉണ്ട്. പെന്റക്കിൾസ് ഇവിടെ എല്ലാ സൈനും ഉണ്ട് കേട്ടോ. ഇവിടെ ക്യാൻസർ, സ്കോർപിയോ, പൈസസും ഉണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസും ഉണ്ട്. ജെമിനി, ലിബ്ര, അക്വേറിയസും ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. അപ്പൊ എർത്ത് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഫയർ ഉണ്ട്, എയർ ഉണ്ട്. എല്ലാ സൈനും ഇവിടെ ഉണ്ട് കേട്ടോ. 2 റീഡിങ്ങിലും അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരോ മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു വ്യക്തി മൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കേട്ടോ. അതായത് നിങ്ങളെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നേക്കുമായി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ ഏതോ ഒരു വ്യക്തി പോയിട്ടുണ്ട്. ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധം വേർപെടുത്തിയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഏതോ രീതിയിൽ നിങ്ങളെ വിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പം എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിച്ച് പോയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫില് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ എവിടേക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനെയും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തി ഇങ്ങനെ ബാക്കി ജീവിതം നയിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാവാം. കുടുംബ ജീവിതത്തിനോട് വിരക്തി തോന്നിയിട്ട് ഒരുപക്ഷെ പോയതാവാം. അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രോബ്ലംസോ ഒക്കെ തരണം ചെയ്യാൻ പറ്റാഞ്ഞിട്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയൊക്കെ ഏതോ രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ബന്ധത്തിലേക്ക് സ്വന്തം വീട്ടിൽ ഭാര്യയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയിരിക്കുന്നവരാവാം. ഒരുപക്ഷെ അത് ജെന്റ്സ് ആവാം, ലേഡീസ് ആവാം, അങ്ങനെ വേണമെങ്കിലും ആവാം. അങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു ബാഡ് സിറ്റുവേഷൻ ഉള്ള ഒരു ലൈഫ്, സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും തന്നെ ലൈഫ് ഉപയോഗിച്ച് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ വീട് ഉപേക്ഷിച്ച് പോയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്.
ആ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പോയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളൊരു ലേഡി ആണെങ്കിൽ അവർ നിങ്ങളുടെ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആവാം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ പേരന്റ് അങ്ങനെയൊക്കെ രീതിയിൽ ജീവിക്കുന്ന ലേഡീസ് ആവാം. അപ്പൊ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ തനിച്ചായിട്ടുള്ള ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ തലയിലേക്ക് കയറേണ്ടി വന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ലേഡീസിന്റെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നു, വേദനിക്കുന്നു, ഒത്തിരി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത കൺഫ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ പല ജോലികൾ ഇങ്ങനെ മാറി മാറി ചെയ്യുകയാണ്. ഒരു ജോലി ചെയ്തിട്ട് വിജയം വരുന്നില്ല, പിന്നെ വേറെ ജോലികൾ, അങ്ങനെ, അല്ലെങ്കിൽ ഒരു ടൈമിൽ തന്നെ പല ജോലികളും. ലേഡീസ് ഒക്കെയാണ് വീട്ടു ജോലികളൊക്കെ ചെയ്യുന്നവർ, കുടുംബം പുലർത്താൻ പല വീടുകളിൽ വീട്ടു ജോലി ചെയ്യുന്നു, അതിനിടയ്ക്ക് വീട്ടിൽ വേറെ തയ്യലോ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ലേഡീസ് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ഒത്തിരി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. പല കാര്യങ്ങളിൽ വർക്ക് വളരെ ഹാർഡാണ്. നിങ്ങൾ ഒരുപാട് ജോലികൾ, അതുകൊണ്ട് നിങ്ങൾ വളരെ ഹാർഡാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങളുടെ ആരോഗ്യം തന്നെ വളരെ ഹാർഡായി സങ്കടം, വിഷമവും വേദനകളും ഒക്കെ ആയിട്ട് പോകുന്ന വ്യക്തികളാണ്. എങ്ങനെ ലൈഫ് ബാലൻസ് ചെയ്യണമെന്ന് അറിയുമ്പോഴത്തൊരവസ്ഥ, ആ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോയിരിക്കുന്ന ഒരു വളരെ എന്താ പറയാ ബുദ്ധിമുട്ടേറിയ ഒരു ലൈഫാണ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു കിട്ടുന്ന ആ ഒരു നിങ്ങളുടെ എമൗണ്ട് കൊണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ പറ്റാത്ത രീതിയിലൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരുപാട് ആ രീതിയിലൊക്കെ കടന്നുപോയി നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയി സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാവും. നിങ്ങൾ ആ രീതിയിൽ പോകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും ദൈവത്തോട് കണക്റ്റഡ് ആവുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അവര് നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ മെഡിറ്റേഷനും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ പടിപടിയായി നിങ്ങളുടെ ലൈഫ് ഉയർന്നു വരുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ഒത്തിരി സങ്കടങ്ങളും വേദനകളും നിറഞ്ഞൊരു പാസ്റ്റ് ആയിരിക്കാം നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ അതിലൂടെ ഓരോന്ന് മാറി ഓരോ ജോലികൾ ചെയ്ത് വന്നു. നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷനും മെഡിറ്റേഷനൊക്കെ ചെയ്താൽ, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഉയർച്ചകൾ വന്നുകൊണ്ടേയിരിക്കും. ഉയർന്നു വരും. അപ്പൊ ഓരോ പടിപടിയായിട്ട് നിങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളിലേക്ക് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആയിരിക്കാം. ഒരുപക്ഷെ നല്ല ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് പോലും ഒരുപക്ഷെ ചിലപ്പോൾ വീട്ടുജോലിയോ അല്ലെ അതുപോലെ വലിയ യോഗ്യത നല്ല ജോലികളിലൊന്നും അല്ലാതെ ചില സാഹചര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. അപ്പം നിങ്ങൾ ഡിഗ്രിക്കാരായിരിക്കാം, അല്ല അതിനേക്കാൾ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കാം. പക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിച്ചില്ലെങ്കിൽ കിട്ടുന്ന ജോലി ചെയ്യേണ്ടതായി വരും. ചിലപ്പം ജോലിക്കടകളിൽ നിൽക്കേണ്ടതായിട്ടോ സെയിൽസ് ഗേളായിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ചില കാലഘട്ടങ്ങളിൽ അതൊക്കെ ചെയ്യേണ്ടതായി വരും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കിട്ടുന്ന ജോലി ചെയ്യേണ്ടതായി വരും. പക്ഷെ അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ ഡിവൈൻ കണക്റ്റഡ് ആയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പോയാൽ നിങ്ങളുടെ ലൈഫ് പടിപടിയായി ഉയർന്നു വരും. നിങ്ങൾ കൂടുതൽ അതോടൊപ്പം പഠിക്കുകയും ആ ഒരു കാര്യത്തിലേക്ക് പോയാൽ നിങ്ങൾക്കൊരു ബ്രില്യന്റ് സക്സസ് ആയിട്ട് നിങ്ങളൊരു നല്ല നിലയിലേക്ക് എത്തും. ഒരു സ്റ്റാർ ആവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഉയർന്നു വരുന്ന ലേഡീസ് ഉണ്ടെന്നാണ് ഇവിടെ എനിക്ക് കാണുന്ന ഒരു ലേഡീസിന്റെ എനർജി കാണുന്നുണ്ട്. നല്ല ബ്രില്യന്റ് ആയിട്ടുള്ളവരും ടാലന്റഡ് ആയിട്ടുള്ളവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നവരുമായിട്ടുള്ള ലേഡീസിന്റെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസമുള്ള വ്യക്തികളാണ് നിങ്ങളിൽ. അപ്പൊ ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയാലും ആരൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയാലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസമുള്ള ലേഡീസാണ്. അപ്പൊ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ളവരായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് നിങ്ങളിലുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാനും ഒരു സ്റ്റാർ ആവാനും പറ്റുമെന്നൊന്നും നിങ്ങൾക്കറിയും. അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ ഉയർന്നു വന്ന നിങ്ങളിലുള്ള കഴിവുകൾ, ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഫിലിം സ്റ്റാർ ആവാം, അല്ലെങ്കിൽ സീരിയൽ നടിയാവാം, സിനിമയിൽ അഭിനയിക്കുന്നവരാവാം, അല്ലെങ്കിൽ യൂട്യൂബർ ആവാം, ഇൻഫ്ലുവൻസർ ആവാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു നിലയിലേക്ക് നിങ്ങളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിയുന്ന ലേഡീസിന്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ചത് നിങ്ങളിലുള്ള വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്.
ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ കരിയർ ലൈഫും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും ഒരു ബാലൻസിൽ കൊണ്ടുവന്ന് നിങ്ങൾ വളരെയധികം ഉയർന്ന നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ലേഡീസിന്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആവാൻ പോകുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. അങ്ങനെ പലരും മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആവാൻ പോകുന്നു. ഇവിടെ ലേഡീസിന്റെ മാത്രം എനർജി അല്ല, ജെന്റ്സിന്റെ എനർജി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതേ രീതിയിൽ മുന്നേറി വരുന്ന ലേഡീസിന്റെ മാത്രമല്ല ജെന്റ്സിന്റെ എനർജി ഉണ്ട്. നിങ്ങൾ ആ ഒരു ചില വ്യക്തികൾ സ്വന്തം കഴിവിലും അല്ലെങ്കിൽ സ്വന്തം നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ, അതായത് ചിത്രരചനയാവാം, അല്ലെങ്കിൽ ഇതുപോലെ ആക്ടർ ആവാം, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവ്, ഇപ്പം കവിത എഴുതുന്നവരാവാം, അങ്ങനെയൊക്കെ നിങ്ങളുടെ ആ ഒരു കഴിവിനെ വികസിപ്പിച്ച് കൊണ്ടുവന്ന് മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആയി മാറാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ തിളങ്ങാൻ പോവുകയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ വളരെയധികം തിളങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ വളരെയധികം തിളങ്ങാൻ പോകുന്ന ആരുടെയൊക്കെ ഒരു എനർജി കാണുന്നുണ്ട്. ചില ഒരുപക്ഷെ ഒരു ലേഡീസിന്റെ എനർജി ആവാം, അല്ലെങ്കിൽ ജെന്റ്സിന്റെ എനർജി ആവാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളുടെ ആ ഒരു ഡ്രീം സക്സസ് ആവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഡ്രീം, ഇതുവരെയുള്ള നിങ്ങളുടെ ആ ഒരു ഡ്രീം ഒക്കെ ഫുൾഫിൽ ആകാൻ പോകുന്നതായിട്ട് കാണുന്നു. നിങ്ങളൊരു സ്റ്റാർ ആയി തിളങ്ങാൻ പോകുന്നു ഈ ലോകത്തിന് മുൻപിൽ. അതാണ് എനിക്കിവിടെ കാണുന്നത്. പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചലഞ്ചിങ് ആയിട്ടുള്ള ടൈം ഒക്കെ എൻഡ് ആവുകയാണ്, അവസാനിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ തിളങ്ങാൻ പോകുന്ന ബ്രൈറ്റ് ആയിട്ട് വളരെയധികം വെട്ടിത്തിളങ്ങാൻ പോകുന്നതായിട്ടാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ വരുന്ന വളരെ നിങ്ങളുടെ ആ ഒരു ഡ്രീം ഒക്കെ ട്രൂ ആവും, ഡ്രീംസ് കം ട്രൂ. നിങ്ങളുടെ ഡ്രീം ഒക്കെ സത്യമാകാൻ പോകുന്നു. ഒരുപാട് നാളായി നിങ്ങൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ജീവിച്ചു വരുന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ സ്വപ്നങ്ങളൊക്കെ ഒരു ദിവസം ഞാൻ പൂർത്തിയാക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയിൽ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഒക്കെ പൂർത്തിയാകാൻ പോകുന്നു, ട്രൂ ആകാൻ പോകുന്നു. ജെന്റ്സ് ആയിട്ടുള്ളവരൊക്കെ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി, ഒരു എന്താ പറയുക, വളരെയധികം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കോടീശ്വരന്റെ ഒക്കെ എനർജി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ഓണം ബമ്പർ അടിക്കാനൊക്കെ ചിലർക്ക് പോകുന്നുണ്ടാവാം. ഒരുപക്ഷെ അത് ലേഡിക്കാവാം, അല്ലെങ്കിൽ ജെന്റ്സിനാവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിലൂടെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ മിറക്കിൾ തരാൻ പോകുന്നു. ഇവിടെ ജെന്റ്സ് ആയിട്ടുള്ള ആരൊക്കെയോ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു കിങ് ആവാൻ പോകുന്നുണ്ട്. സാമ്പത്തികവും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു വലിയ കിങ് എനർജി കാണുന്നു. അതുപോലെ ലേഡീസ് ഒരു ക്യൂൻ എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ കിങ്ങും ക്യൂനുമായിട്ട് ഒരു ജോഡിയുടെ എനർജിയും കാണുന്നുണ്ട്. ആരോ 2 വ്യക്തികൾ ഒരുമിച്ച് ചേരുന്നുണ്ട്, വളരെ സാമ്പത്തിക ഭദ്രതയിലേക്ക് ചേരുന്ന ഒരു കിങ് ആൻഡ് ക്യൂൻ എനർജിയിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോഡികള് ഒരുമിച്ച് ചേരാൻ പോകുന്നുണ്ടാവാം, ഒരു കിങ്ങും ക്യൂൻ എനർജിയിലേക്ക് വരുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളൊരു കല്യാണം കഴിക്കുന്നതിലൂടെ ആ ഒരു അവസ്ഥയിലേക്ക് വരാം, അല്ലെങ്കിൽ തിരിച്ചും വരാം. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഒരു നല്ലൊരു നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഇപ്പൊ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പോലും പുറത്തായിരിക്കും, നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഒരു മിറാക്കിൾ ആയിരിക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോ പ്രധാനമായി ഒറ്റപ്പെട്ട് ഇരിക്കേണ്ടി വന്ന ആരുടെയൊക്കെയോ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു കൂട്ടം വരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരാൾ തിളങ്ങുന്ന ഒരു സ്റ്റാർ ആയി മാറും, മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം വെട്ടിത്തിളങ്ങുന്ന ഒരു സ്റ്റാർ ആയി മാറാൻ പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഇതാരോടൊക്കെയുള്ള റീഡിംഗ് ആണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു 3 മാസത്തിനുള്ളിൽ സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് യൂണിവേഴ്സ് തരുന്ന ആ മെസ്സേജസും കൂടെ എന്താണെന്നൊന്ന് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഇനി ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു മെസ്സേജസും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഡോണ്ട് സ്റ്റോപ്പ്. ചിലരോട് പറയുന്നുണ്ട് ഡോണ്ട് സ്റ്റോപ്പ്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഇതെനിക്ക് മടുത്തു, അല്ലെങ്കിൽ ഇനി എനിക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള, നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്തെങ്കിലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ നിങ്ങൾ ചിലപ്പം വർഷങ്ങളായിട്ട് ഏതെങ്കിലും കടയിട്ടുകൊണ്ടിരിക്കുകയോ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടും ഒരു പുരോഗതിയില്ല, ഒരു ചേഞ്ചസും കാണുന്നില്ല, ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തേക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്യാൻ വരട്ടെ, നിങ്ങളോട് പറയണേ സ്റ്റോപ്പ് ചെയ്യാൻ വരട്ടെ, കുറച്ചും കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്.
അപ്പൊ അതുപോലെ എന്തെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ജോലി നിങ്ങൾ റിസൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ട് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യല്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സഹിച്ച് മടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ മാരേജ് ബന്ധമായിരിക്കാം, ദാമ്പത്യ ബന്ധമായിരിക്കാം, ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഡോണ്ട് സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നുണ്ട് ഫോർഗീവ്നെസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അവരോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ക്ഷമിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർഗീവ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾ നേരിട്ട് അവരോട് ക്ഷമ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോപ്പണപ്പണ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫോർഗീവ്നെസ് ഏത് രീതിയിലായാലും എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. ആരോടെങ്കിലും ക്ഷമിക്കേണ്ടതുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. നിങ്ങൾക്ക് ആരോടെങ്കിലും മാപ്പ് പറയേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം ചെയ്യുക. അല്ലെങ്കിൽ അത് നിങ്ങൾ അവരോട് നേരിട്ട് ചെയ്യാൻ പറ്റുന്നത് നേരിട്ട് ചെയ്യുക, അല്ലാത്ത ഒരു ഓപ്പൺ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഫോർഗീവ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുന്നുണ്ട്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങളുടെ സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പോവാണ്, മാറാൻ പോവാണ്. ഇപ്പോഴത്തെ ഏതൊരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിലും ആ സിറ്റുവേഷൻ മാറാൻ പോവാണ്, ആ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പോവാണ്. അത് അതേപോലെ സ്റ്റക്ക് ആയിരിക്കില്ല, വേഗം തന്നെ ആ ഒരു സിറ്റുവേഷൻ മാറുമെന്നാണ് പറയുന്നത്. എനിക്കിതിനൊന്നും മാറ്റമില്ല, എന്നും എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണല്ലോ, ഇത്ര നാളായി ഞാൻ ഇതെല്ലാം സഹിക്കുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ മാറാൻ പോവാണ്, ചേഞ്ച് ആവാൻ പോവാണ്, വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ് കേട്ടോ. ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈൻ കിട്ടും. നിങ്ങൾക്ക് ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് മിറക്കിൾ വരാൻ പോവാണ്, യൂണിവേഴ്സ് മിറക്കിൾസ് തരാൻ പോവാണെന്നുള്ള ഒരു സൈൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും. ലുക്ക് ഫോർ എ സൈൻ. എന്തെങ്കിലും സൈൻ നിങ്ങൾ കാണുന്നുണ്ടോ? അതിനായിട്ട് കാണുന്നുണ്ടാവാം നിങ്ങൾ ഡിവൈൻ നമ്പേഴ്സ് 111 കാണുന്നുണ്ടാവാം, 22, 77, 55, 10, 10 അങ്ങനെയൊക്കെ കാണുന്നുണ്ടാവാം അല്ലെ? ആ നമ്പേഴ്സ്, ഡിവൈൻ നമ്പേഴ്സ്. ഫെദർ കാണുന്നുണ്ടാവാം, തൂവല് എന്ന് പറയുമ്പോൾ വൈറ്റ് തൂവല്. പിന്നെ നിങ്ങൾ പക്ഷികളെ, അങ്ങനെയൊക്കെ അതൊക്കെ തൂവലായിട്ട് പറയാം. എവിടെയെങ്കിലും പോകുമ്പോൾ പക്ഷികളെ കാണുന്നു. അല്ലെങ്കിൽ സമ്പത്ത് വരാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെമ്പൂത്ത് അല്ലെങ്കിൽ ഉപ്പനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് സമ്പത്ത് വരാൻ പോകുന്നതിന്റെ അടയാളമൊക്കെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്താ പറയാ, മഴവില്ല് കാണുന്നുണ്ടാവാം, റെയിൻബോ കാണുന്നുണ്ടാവാം. അതുപോലെ ചിത്രശലഭങ്ങൾ, ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവാം. അത്തരം സയൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് മിറാക്കിൾസ് തരാൻ പോകുന്നതിന്റെ സയൻസാ. നിങ്ങളുടെ ലൈഫിലേക്ക് മിറാക്കിൾസ് വരാൻ പോകുന്നതിന്റെ സയൻസ്. യു ആർ റെഡി. നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിക്കുന്നു. ഇവിടെ നിങ്ങൾ റെഡി ആയിരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ റെഡി ആണോ? നിങ്ങൾ റെഡി ആയിരിക്കൂ എന്നാണ് പറയുന്നത്. മിറാക്കിൾസ്, യൂണിവേഴ്സ്, ദൈവത്തിന്റെ മിറാക്കിൾസ് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ റെഡി ആയിരിക്കൂ. ട്രസ്റ്റ്. വേറൊരു കാര്യം ഇവിടെ പറയണം, ട്രസ്റ്റ്, വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മിറാക്കിൾസ് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ മിറാക്കിൾസ് തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ട്രസ്റ്റ് ചെയ്യണം, വിശ്വസിക്കണം. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കണം, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ധ്യാനിക്കുകയാണ്, ഇവിടെ ധ്യാനിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിനോട് പറയൂ, യൂണിവേഴ്സിനോട് പറയൂ. നിങ്ങൾ മെഡിറ്റേഷനിലൂടെ യൂണിവേഴ്സിനോട് പറയൂ. നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കണം, യൂണിവേഴ്സിൽ വിശ്വസിക്കണം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിക്കണം, നിങ്ങളിൽ തന്നെ വിശ്വസിക്കണം. നിങ്ങൾ നിങ്ങളെയും വിശ്വസിക്കണം. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം വേണം. അപ്പൊ നിങ്ങൾ ട്രസ്റ്റ്, വിശ്വാസം, അപ്പൊ അത് പ്രധാനമാണ് എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ വിശ്വാസം, വിശ്വസിക്കുക, ട്രസ്റ്റ്, അത് വലിയൊരു കാര്യമാണ്. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് രണ്ടാമത്തെ പൈല്. ഈ ഒരു പൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത 3 മാസത്തിനുള്ളിൽ എന്റെ ലൈഫിലേക്കും നിങ്ങളുടെ ലൈഫിലേക്കും യൂണിവേഴ്സിന്റെ ഒരുപാട് മിറാക്കിൾസ് വരട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.